എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. വളരെ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റായ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഈ ബീഫ് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി 2 കിലോ ബീഫ് ഉപ്പും മഞ്ഞളും ചേർത്ത് കുക്കറിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കറിയൊക്കെ വെക്കാൻ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിൽ നിന്ന് കുറച്ചുകൂടി ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വേവിച്ചെടുത്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ബീഫ് വേവിക്കുമ്പോൾ നന്നായിട്ട് വേവിച്ചെടുക്കണം, എന്നാലേ അത് നല്ല സോഫ്റ്റായി കിട്ടത്തുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വേവിച്ച ബീഫാണെങ്കിൽ അരപ്പ് പുരട്ടുന്ന സമയത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മസാലയൊക്കെ അതിലേക്കൊന്ന് പിടിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഈ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയത്ത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം വൃത്തിയാക്കി എടുക്കാം. 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാനിത് വറുക്കാൻ വേണ്ടി പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് മൂത്ത് പോയാൽ അച്ചാറിന് കട്ടിയാവും. അപ്പം കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ എണ്ണയിലിട്ട് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കോരിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിരുന്ന ബീഫെല്ലാം ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി അച്ചാറിടാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അതിലേക്ക് 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണ നന്നായി ചൂട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള അത്രയും വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിക്കൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ. ഇനി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതിയാകും. ഇപ്പോൾ അതാ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്കും ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയതിന് ശേഷം 2 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം നന്നായി സിമ്മിലാക്കിയിട്ട് ഇതിന് ശേഷം വേണം ഈ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാൻ. പിന്നീട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ. പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അച്ചാറിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബീഫ് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറേശ്ശെയായിട്ട് വേണം ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ. എന്നിട്ട് നന്നായിട്ട് അരപ്പ് ഇതിലേക്ക് കോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് അച്ചാർ തയ്യാറായി കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.